പാകിസ്ഥാൻ നിലവിൽ ഇപ്പോഴും ശക്തമായ ഡ്രോൺ ആക്രമണം നടത്തുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഇപ്പോൾ പുതുതായി വരുന്നത് പുതിയ 4 സംസ്ഥാനങ്ങളെ കൂടി ആക്രമിക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ലക്ഷ്യമിട്ടത് 4 സംസ്ഥാനങ്ങളെ, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ ലക്ഷ്യമിട്ടു. 26 ഇടങ്ങളിൽ ഡ്രോൺ പതിപ്പിക്കാനുള്ള ഒരു ശ്രമം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇതിനെല്ലാം തന്നെ ഭാരതം ശക്തമായി ചെറുക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭാരതത്തിൻ്റെ പ്രതിരോധം അത് വളരെ വലുതാണ് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഏതൊക്കെ സംസ്ഥാനങ്ങളെ കൂടുതലായി അറ്റാക്ക് ചെയ്യാനാണ് അല്ലെങ്കിൽ ആക്രമിക്കാനാണ് ഇപ്പോൾ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരുന്നത് എന്നെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു? ജമ്മു കശ്മീർ, പഞ്ചാബ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ 4 സ്ഥലങ്ങളിലാണ് പാകിസ്ഥാൻ ഇന്നും ഡ്രോൺ ആക്രമണത്തിനുള്ള ശ്രമം നടത്തിയത്. അതിൽ ഈ പറഞ്ഞ ഗുജറാത്ത് ഒഴികെയുള്ള മറ്റ് സ്ഥലങ്ങൾ, പഞ്ചാബിലും രാജസ്ഥാനിലും ജമ്മു കാശ്മീരിലും ഇന്നലെയും ഡ്രോൺ ആക്രമണത്തിനുള്ള എല്ലാ സാധ്യതകളും പാകിസ്ഥാൻ പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ്. ഇന്നിപ്പോൾ ഗുജറാത്ത് കൂടി അതിൽ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഗുജറാത്തിൽ 10 പാകിസ്ഥാന്റെ ഡ്രോണുകൾ നമ്മുടെ പ്രതിരോധ സംവിധാനം, മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിർവീര്യമാക്കി കഴിഞ്ഞിരിക്കുന്നു. 10 ഡ്രോണുകൾ തകർത്തിരിക്കുന്നു. രാജസ്ഥാനിലും പാകിസ്ഥാന്റെ 10 ഡ്രോണുകൾ തകർത്തു എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളുണ്ട്. ജമ്മു കശ്മീരിലും സാഹചര്യങ്ങൾ അങ്ങനെയാണ്. പാക് ഡ്രോണുകൾ ഒന്നും തന്നെ ലക്ഷ്യം കണ്ടിട്ടില്ല. അതിന് മുൻപ് തന്നെ ഇത് ലക്ഷ്യത്തിൽ പതിക്കുന്നതിന് മുൻപ് തന്നെ കൃത്യമായി ഇതിനെ പ്രതിരോധിക്കുവാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം പഞ്ചാബിലെ ഫിറോസ്പൂരിൽ മാത്രമാണ് ഒരു ഡ്രോൺ ഈ ജനവാസ കേന്ദ്രത്തിൽ പതിക്കുകയും ഒരു വീട് അഗ്നിക്കിരയാവുകയും ചെയ്തു. അവിടെ 3 പേർക്ക് സാരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഏതാണ്ട് 100-ലധികം ഡ്രോണുകളാണ് കഴിഞ്ഞ 2 ദിവസമായി പാകിസ്ഥാൻ ഭാരതം ലക്ഷ്യമാക്കി തൊടുക്കുന്നത്. അതിൽ ഒരേ ഒരു ഡ്രോൺ മാത്രമാണ് ഇപ്പോൾ ജനവാസ കേന്ദ്രത്തിൽ പതിച്ചത്. ബാക്കി ഡ്രോണുകളെല്ലാം തന്നെ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് തന്നെ സുദർശന ചക്ര ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി ആ ഡ്രോണുകളെ നിർവീര്യമാക്കാൻ ഭാരതത്തിന് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ 2ാമത്തെ ദിവസവും പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ആദ്യ ഘട്ടം എന്ന നിലയിൽ പാകിസ്ഥാൻ വലിയ ആക്രമണം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ഏതാണ്ട് 34 നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഡ്രോൺ ആക്രമണമാണ് ഇന്നലെ ആസൂത്രണം ചെയ്തത്. അതിൽ പലതും പട്ടാൻകോട്ട് ഉൾപ്പെടെയുള്ള ഭാരതത്തിൻ്റെ സൈനിക ക്യാമ്പുകളായിരുന്നു. എന്നാൽ ഒരു തരത്തിലും ഭാരതത്തിൻ്റെ ഭൂപ്രദേശത്ത് ആക്രമണം നടത്തുവാൻ ഈ ഡ്രോണുകളെ അനുവദിക്കാതെ കൃത്യമായി അത് നിർവീര്യമാക്കി. ഇന്നും അതേ രീതിയിലുള്ള പ്രതിരോധം ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഫിറോസ്പൂരിൽ ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. അവിടെ മാത്രമാണ് ഇപ്പോൾ ഒരു ഡ്രോൺ പതിച്ച് 3 പേർക്ക് പരിക്കേറ്റു എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഗൗതം, ഇന്നും നിലവിലെ സാഹചര്യത്തിൽ ഈ യാത്രാ വിമാനങ്ങളെ മറയാക്കിക്കൊണ്ടുള്ള ഒരു വലിയ വ്യോമാക്രമണം ഇപ്പോൾ നിലവിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ജമ്മു കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ ഇവിടങ്ങളിൽ ആക്രമണത്തിന് നിലവിൽ പാകിസ്ഥാൻ പദ്ധതിയിട്ടിരുന്നു. ഡ്രോൺ ആക്രമണങ്ങളുമായി പാകിസ്ഥാൻ ഇതിനെയെല്ലാം ഇന്ത്യ ചെറുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് യാത്രാ വിമാനങ്ങളെ മറയാക്കിക്കൊണ്ടുള്ള ഒരു വ്യോമ അറ്റാക്ക് നടത്താനായി ഇപ്പോൾ പാകിസ്ഥാൻ നീക്കം നടത്തുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ. അഭിനിഷ, ഇന്ന് വൈകുന്നേരം നടന്ന വാർത്താ സമ്മേളനത്തിലാണ് കേന്ദ്ര സർക്കാർ, വിദേശകാര്യ മന്ത്രാലയവും അതുപോലെ തന്നെ സൈന്യവും ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം പാകിസ്ഥാനെതിരെ ഉന്നയിച്ചത്. അതായത് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിൽ പാകിസ്ഥാനി ഡ്രോൺ ആക്രമണം ഭാരതത്തിനെതിരെ നടത്തുന്ന ഘട്ടത്തിൽ വ്യോമ അതിർത്തി അടച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ ഡ്രോൺ ആക്രമണം നടത്തുന്ന സമയത്തും വ്യോമ മാർഗം ഭാരതത്തിൻ്റെ പ്രതിരോധ ആക്രമണം ഉണ്ടാകുന്ന ഘട്ടത്തിലൊക്കെ പാകിസ്ഥാൻ വ്യോമ അതിർത്തി അടയ്ക്കാതെ ഭാരതത്തിൻ്റെ മിസൈലുകളെ തടുക്കുവാൻ ഒരു കവചം പോലെ യാത്രാ വിമാനങ്ങളെ ഉപയോഗപ്പെടുത്തി എന്ന ഗുരുതരമായ ആരോപണമാണ് ഇന്നിപ്പോൾ വൈകുന്നേരം ഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ 2 സൈനിക ഉദ്യോഗസ്ഥരും മുന്നോട്ട് വെച്ചിട്ടുള്ളത്.
അത് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ തന്നെ വലിയ തോതിൽ മറുപടി പറയേണ്ട ഒരു വിഷയമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. കാരണം യുദ്ധ സാഹചര്യങ്ങൾ രൂപപ്പെട്ട് കഴിഞ്ഞാൽ പൊതുവെ വ്യോമ അതിർത്തി അടയ്ക്കുകയോ അതല്ലെങ്കിൽ പോരാട്ടം നടക്കുന്ന ഘട്ടത്തിൽ അതുവഴി യാത്രാ വിമാനങ്ങൾക്ക് അനുമതി നൽകാതിരിക്കുകയോ ചെയ്യണം. എന്നാൽ ഭാരതത്തിൻ്റെ പ്രത്യാക്രമണം ലാഹോർ ഉൾപ്പെടെയുള്ള പാകിസ്ഥാനിലെ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഘട്ടത്തിലാണ് സൗദിയിൽ നിന്നുള്ള ലാഹോറിലേക്കുള്ള യാത്രാ വിമാനം കടന്നുപോയത്. ആ യാത്രാ വിമാനത്തെ പോലും ഭാരതത്തിൻ്റെ ആക്രമണത്തിൻ്റെ കവചമായി പാകിസ്ഥാൻ ഉപയോഗപ്പെടുത്തി എന്നതാണ് ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. ഇത് യുദ്ധ നിയമങ്ങളുടെ തന്നെ ലംഘനമാണ്, സാമാന്യ മര്യാദയുടെ ലംഘനമാണ്. അതിനാൽ ഈ വിഷയത്തിൽ തീർച്ചയായും പാകിസ്ഥാന് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയേണ്ടി വരുമെന്നതാണ്. ഒപ്പം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിനകത്ത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം സർക്കാർ ഉന്നയിക്കുന്നത് ഗുരുദ്വാരയ്ക്ക് നേരെ പൂഞ്ചിലുണ്ടായിട്ടുള്ള ആക്രമണമാണ്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ ഒരു ഗുരുദ്വാര പൂർണ്ണമായി തന്നെ തകർത്തിരുന്നു. എന്നാൽ ഈ ഗുരുദ്വാര തകർത്തത് തങ്ങളല്ല, മറിച്ച് ഭാരതം തന്നെ സ്വന്തമായ ഒരു ആക്രമണം ഉണ്ടാക്കി ഈ ഗുരുദ്വാര തകർക്കുകയായിരുന്നുവെന്ന തെറ്റായ പ്രചരണം പാകിസ്ഥാൻ നടത്തുന്നുണ്ടായിരുന്നു. കാരണം ഭാരതത്തിനകത്ത് സിഖുകാർക്കും ഹിന്ദുക്കൾക്കും ഇടയിലൊക്കെ ഒരു ഭിന്നിപ്പുണ്ടാക്കുക അല്ലെങ്കിൽ ഭാരതത്തോടുള്ള സിഖ് മതവിഭാഗക്കാരുടെ കൂറ് അത് ഇല്ലാണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ പാകിസ്ഥാൻ നടത്തുകയായിരുന്നു. അതിർത്തി ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ നടത്തിയ വെടിനിർത്തൽ കരാർ ലംഘനത്തിലാണ് ഈ ഗുരുദ്വാര തകർന്നത്. എന്നാൽ അത് പൂർണ്ണമായും ഭാരതത്തിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് രാജ്യത്തിനകത്ത് മതസ്പർദ്ധ വളർത്താനുള്ള ശ്രമം കൂടി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായി. ഇക്കാര്യവും ഇന്ന് വൈകുന്നേരം ഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. വിനീഷ്, തീർച്ചയായിട്ടും ഇന്ന് വൈകുന്നേരം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രകോപനം സൃഷ്ടിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ അതിർത്തി ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള വെടിവയ്പ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഒപ്പം തന്നെ ഷെല്ലാക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഈ ഷെല്ലാക്രമണങ്ങളിലും വെടിവയ്പ്പിലും ഏതെങ്കിലും തരത്തിലുള്ള വലിയ അപായങ്ങൾ ഭാരതത്തിൻ്റെ ഏതെങ്കിലും ഗ്രാമത്തിന് സംഭവിച്ചിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ. അഭിനിഷേ, ഇന്ന് രാത്രിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വെടിവെപ്പിൻ്റെ നിജസ്ഥിതി എന്താണ്? അതായത് ഇതിൻ്റെ നാശനഷ്ടം എന്താണ്, അല്ലെങ്കിൽ ആളപായമുണ്ടോ എന്നത് സംബന്ധിച്ച് നമുക്ക് കുറച്ച് സമയം, അതായത് നാളെ പുലരുന്ന ഘട്ടത്തിൽ മാത്രമാണ് ഈ അർദ്ധരാത്രിയിൽ നടക്കുന്ന വെടിവെപ്പ് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, ഇതിൻ്റെ നാശനഷ്ടം സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ പൂഞ്ചിൽ നടന്ന വെടിനിർത്തൽ കരാർ ലംഘനത്തിൽ 16 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഇന്ന് പുലർച്ചെ ഉണ്ടായിട്ടുള്ള വെടിവെപ്പിലാണ് ഇന്ന് രാവിലെ നടന്ന വെടിവെപ്പിലാണ് 2 സ്കൂൾ വിദ്യാർത്ഥികൾ, ഒരു ക്രിസ്ത്യൻ മിഷണറി സ്കൂളിലെ 2 വിദ്യാർത്ഥികൾ പൂഞ്ചിൽ കൊല്ലപ്പെട്ടു. അങ്ങനെ സാധാരണക്കാരായ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഈ വെടിനിർത്തൽ കരാർ ലംഘനവുമായി ബന്ധപ്പെട്ടുണ്ട്. മാത്രമല്ല വീടുകളും മറ്റും പൂർണ്ണമായിട്ട് തന്നെ തകരുന്നു എന്നുള്ളതാണ്. ധാരാളം വീടുകൾ ഈ അതിർത്തി കടന്നുള്ള ആക്രമണത്തിൽ, അതായത് വെടിനിർത്തൽ കരാർ ലംഘനത്തിലൂടെ നിരവധി വീടുകൾ ഈ അതിർത്തി മേഖലകളിൽ തകരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നാശനഷ്ടത്തിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ അത് വളരെ വളരെ വലുതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 18ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നിരവധി വീടുകളും കടകമ്പോളങ്ങളും ഒക്കെ തകർന്നിട്ടുണ്ട്. നേരെ തിരിച്ച് ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രത്യാക്രമണം കൂടിയുണ്ട്. മറുഭാഗത്തും നാശനഷ്ടങ്ങൾ വളരെ വലുതാണ് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതിർത്തിയിൽ ഇപ്പോൾ പാകിസ്ഥാൻ ഈ രാത്രിയിലും ഷെല്ലാക്രമണം നടത്തുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നാളെ നേരം പുലരുമ്പോൾ കൃത്യമായിട്ട് ഈ രാത്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണത്തിൽ ആർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, എത്ര വീടുകൾ പൂർണ്ണമായി ഇല്ലാണ്ടായി, ഈ കാര്യങ്ങളെല്ലാം നാളെ നേരം പുലരുന്ന ഘട്ടത്തിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായി അതിലൊരു ചിത്രം ലഭിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഗൗതം, അടിക്ക് തിരിച്ചടി എന്ന ഒറ്റ വാക്ക് മാത്രമേ ഭാരതം പല ഘട്ടങ്ങളിൽ പാകിസ്ഥാന് മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളൂ. പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമെന്ന് പറയുന്ന നമ്മുടെ നേതൃത്വം, പ്രത്യേകിച്ച് മോദി സർക്കാരിൻ്റെ നേതൃത്വം, ആ മോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൻ്റെ നിലവിലെ ഒരു പ്രത്യേകിച്ച് ഈ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം, യുദ്ധം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ നിലവിൽ ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം ഭാരതം അടിക്ക് തിരിച്ചടി നൽകുന്ന ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് കൂടുതലായി ഒരു സൈനിക നടപടി ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ പാകിസ്ഥാനിലേക്ക് ഉണ്ടായിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് നമ്മളുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഷെല്ലാക്രമണങ്ങൾ, ഡ്രോൺ ആക്രമണങ്ങൾ, അത്തരത്തിലേതെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ?
അഭിനിഷ, ഇന്നിപ്പോൾ പ്രതിരോധം മാത്രമാണ് ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. തിരിച്ചൊരു ഡ്രോൺ മാർഗമുള്ള ഇന്ന് ഒരു ആക്രമണം ഭാരതം ഇതുവരെ നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ലഭിക്കാത്തതാണോ എന്നതിൽ ഒരു വ്യക്തതയില്ല. എന്നാലും ഡ്രോൺ മാർഗമോ വ്യോമ മാർഗമോ ഉള്ള ഒരു തിരിച്ചടി ഇന്ന് ഭാരതം പാകിസ്ഥാൻ നൽകിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ പ്രത്യാക്രമണം നടത്തിയിരുന്നു. ലാഹോർ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഭാരതം ശക്തമായ സ്ട്രൈക്ക് ചെയ്യുകയും അവിടെ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഏതാണ്ട് 4 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായി തന്നെ തകർത്തെറിയുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് മറ്റ് നഗരങ്ങൾ, ലാഹോറിനോട് ചേർന്നുള്ള മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഭാരതത്തിന്റെ പ്രത്യാക്രമണം ഉണ്ടായി. പക്ഷേ ഇന്നിപ്പോൾ ഭാരതം അത്തരമൊരു പ്രത്യാക്രമണം പാകിസ്ഥാനെതിരെ നടത്തിയതായി റിപ്പോർട്ടുകളില്ല. പക്ഷേ അതിർത്തിയിൽ ശക്തമായ വെടിവെപ്പ് തിരിച്ചും നടക്കുന്നുണ്ട്. വെടിനിർത്തൽ കരാർ ലംഘനം ആദ്യം തുടങ്ങിവെച്ചത് പാകിസ്ഥാനാണ്. അതിനുശേഷം ഭാരതവും ശക്തമായ പ്രത്യാക്രമണം നടത്തി. ഇപ്പോൾ നമുക്കറിയാം അതിർത്തിയിലെ സാഹചര്യം, അവിടെ നിന്നും കൂടുതൽ ആളുകളെ ജനവാസ കേന്ദ്രത്തിലേക്ക് മറ്റ് സുരക്ഷാ കേന്ദ്രങ്ങളിലേക്കൊക്കെ മാറ്റുകയാണ്. അപ്പോൾ പൂഞ്ച് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലുന്ന ഘട്ടത്തിലും നമുക്കറിയാം അവിടെ ഇത്തരത്തിൽ മുൻപും വെടിനിർത്തൽ കരാർ ലംഘനം തുടർച്ചയായി നടക്കുന്ന സ്ഥലങ്ങളായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ശക്തമായ രീതിയിലുള്ള പ്രത്യാക്രമണം അതിർത്തിയിൽ ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. വിനീഷ്, തീർച്ചയായിട്ടും ഗൗതമിലേക്കൊക്കെ തിരിച്ചെത്താം. നമ്മോടൊപ്പം ഐസൻ ജോസും കൂടി ചേരുകയാണ്. ഐസൻ, ഞാൻ ഗൗതമിനോടൊപ്പം സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ നിലവിലെ ഭരണകൂടത്തിൻ്റെ ഒരു നിലപാട് എടുത്തു പറയേണ്ടത് മോദി സർക്കാരിൻ്റെ നിലപാട് അടിക്ക് തിരിച്ചടി. പ്രത്യേകിച്ച് മോദി സർക്കാരിനെ വളർത്തിക്കൊണ്ടുവന്ന ആ സർക്കാർ പദത്തിലേക്ക് എത്തിച്ച ഒരു പ്രധാനപ്പെട്ട സംഘടന, ആ സംഘടനയുടെ നിലപാട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിലാണ്. ഞാൻ നേരത്തെ ഗൗതമിനോട് സൂചിപ്പിച്ചിരുന്നു, പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരം എന്ന മുദ്രാവാക്യം വിളിക്കുന്ന നേതാക്കളാണ് നമുക്ക് ഭാരതത്തിനുള്ളത്. അത്തരത്തിലുള്ള പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്, അത്തരത്തിലുള്ള പ്രതിരോധ മന്ത്രിയാണ് നമുക്കുള്ളത്, അത്തരത്തിലുള്ള ആഭ്യന്തരമന്ത്രിയാണ് നമുക്കുള്ളത്. ആ ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും ഭരിക്കുന്ന ഭാരതത്തിൽ ഇപ്പോഴത്തെ ഈ സാഹചര്യം എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്? അടിക്ക് തിരിച്ചടി വാങ്ങിക്കൊണ്ട് പാകിസ്ഥാൻ മുട്ടുകുത്തുകയല്ലേ ചെയ്യുന്നത്? വിനീഷ്, തീർച്ചയായും മടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ തന്നെ, അല്ലെങ്കിൽ ആക്രമണത്തിന് പ്രത്യാക്രമണം എന്ന രീതിയിൽ തന്നെ കൃത്യമായും പാകിസ്ഥാനെ കണക്ക് പറഞ്ഞ് മറുപടി നൽകുന്ന ഒരു നീക്കമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നേരത്തെ അമിത്ഷാ പറഞ്ഞ വാക്കുകളുണ്ട്, എണ്ണി കണക്ക് പറയിപ്പിക്കുമെന്ന കൃത്യമായൊരു നിലപാടുണ്ട്. ഇന്നലെയും മിനിങ്ങാന്നും നമ്മളത് കൃത്യമായി കാണുകയും ചെയ്തു. അതിശക്തമായ തിരിച്ചടി ഭീകരാക്രമണ കേന്ദ്രങ്ങളിൽ നടത്തി. വീണ്ടും ആക്രമണം തുടർന്ന പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ്റെ പല തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തുകയും ചെയ്തു. അത്തരത്തിൽ സൈനികമായൊരു പ്രതിരോധം വളരെ കൃത്യമായി സൃഷ്ടിക്കുകയും സൈനികമായി ശക്തമായ ആക്രമണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു നീക്കം ഒരു വശത്ത് വളരെ ശക്തമായി ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിനുള്ള എക്യുപ്മെൻറ്റ് സംവിധാനങ്ങൾ, അതിനുള്ള എക്യുപ്ഡായ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നു. അതുപോലെ തന്നെ സേനാ വിന്യാസം ശക്തമാക്കുന്നതോടൊപ്പം തന്നെ ഈ വിവിധ സേനകളുടെ കോർഡിനേഷൻ ശക്തമാക്കി ഈ പാരാമിലിറ്ററി പോലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ, അതായത് കോസ്റ്റ് ഗാർഡ്, ഇപ്പോൾ BSF ഉൾപ്പെടെയുള്ള പാരാമിലിറ്ററി സംവിധാനങ്ങളെല്ലാം തന്നെ സജ്ജമാക്കിക്കൊണ്ടുള്ള ശക്തമായൊരു തിരിച്ചടി പാകിസ്ഥാന് നൽകുന്ന ഒരു തന്ത്രപരമായ യുദ്ധ നീക്കം നടന്നിരിക്കുന്നു എന്നത് ഒരു വസ്തുതയായി തന്നെ നിലനിൽക്കുകയാണ്. ഒരു കാര്യം, തന്ത്രപരമായ കൃത്യമായ ഒരു നീക്കം ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ ഒളിപ്പോര് നടത്തുകയാണ് പാകിസ്ഥാൻ. പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യാത്രാ വിമാനങ്ങളെ മറയാക്കിക്കൊണ്ട് ഡ്രോണുകൾ വർഷിക്കുന്ന നിലപാട്, അങ്ങനെയുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ എനിക്ക് തോന്നുന്നു 5:30 മണിക്ക് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് അത്തരത്തിൽ നമ്മളൊപ്പം വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കിയത് ഇത്തരത്തിൽ തന്നെയാണ്. യാത്രാ വിമാനങ്ങളെ മറയാക്കിക്കൊണ്ടുള്ള ഡ്രോൺ ഉപയോഗം നിലവിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നു. അതിന് സമാനമായ ഡ്രോൺ ഉപയോഗം തന്നെയാണ് ഇപ്പോഴും ഉണ്ടാകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ പാകിസ്ഥാന് ഈ ഒരു വിഷയം തുറന്നു കാണിക്കപ്പെടുമ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ പാകിസ്ഥാന് മറുപടി പറയേണ്ടി വരില്ലേ?
വിനീഷ്, നിലവിലെ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ പാകിസ്ഥാൻ നിൽക്കുന്നത് തന്നെ ഒരു ഭീകരതയെ പ്രതിരോധിക്കുന്ന ഒരു രാജ്യം, ഭീകരതയ്ക്ക് വേണ്ടി തർക്കിക്കുന്ന ഒരു രാജ്യം എന്ന നിലയിലാണ്. നേരത്തെ വിനീഷ് സൂചിപ്പിച്ചതുപോലെ ഭീകര നിലപാടുകളോട് സമരസപ്പെട്ടുകൊണ്ട് പോകുന്ന ഒരവസ്ഥ. നേരത്തെ ആക്രമണമുണ്ടായ ആദ്യ ആക്രമണം, അതായത് ഓപ്പറേഷൻ സിന്ദൂർ 1, ഓപ്പറേഷൻ സിന്ദൂർ 2 എന്ന രണ്ട് തരത്തിൽ ആക്രമണം നടന്നപ്പോൾ ആദ്യ ആക്രമണം നടന്നത് കൃത്യമായും 9 ഭീകരവാദ കേന്ദ്രങ്ങളിലാണെങ്കിൽ ആ ഭീകരവാദ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിന് ഒരു മിലിറ്ററി എന്തിന് മറുപടി നൽകണം? മിലിറ്ററിയുടെ ഒരു അസറ്റ് പോലും, ഒരു കാലാൾപ്പടയുടെ ഒരു വ്യക്തി പോലും കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്തരത്തിലുള്ളൊരു ഔട്ട് പോസ്റ്റിൽ പോലും ഒരു ബുള്ളറ്റ് പതിക്കുകയോ ചെയ്യാത്ത ഒരു ആക്രമണത്തിന് എന്തിനെ പാകിസ്ഥാൻ മറുപടി നൽകണമെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഒരു ഉത്തരം ഇല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. സൈനികമായ ഒരു ഉത്തരമില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ ഒരു ധാർമ്മികമായ ഉത്തരമില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഭീകരതയെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യം, ഭീകരതയെ സ്വന്തം അയൽ രാജ്യത്തേക്ക് കയറ്റിവിടുന്ന ഒരു രാജ്യം എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ എന്തിനു വേണ്ടി അവർ പ്രതികരിക്കുന്നത് എന്നതിനെ നമുക്ക് ഉത്തരം ലഭ്യമാകുകയും ചെയ്യും. ഭീകരതയെ ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തെ ഛിദ്രിപ്പിക്കുക, അതുവഴി സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങളും അതുപോലെ തന്നെ മറ്റു സ്വാർത്ഥ നേട്ടങ്ങൾക്കും വേണ്ടി നിലകൊള്ളുക എന്ന പാകിസ്ഥാൻ്റെ ആത്യന്തികമായ ഒരു രാഷ്ട്രീയ നയം, അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര രാഷ്ട്രീയ നയം തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാവുകയും ചെയ്യുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ തീർത്തും പ്രതിരോധത്തിലാവുകയും ലോകം മുഴുവനുമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനെതിരെ തിരിയുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. ഇപ്പോഴും ട്രംപ് ആയാലും അതുപോലെ തന്നെ മറ്റു ലോക നേതാക്കളായാലും ഇന്നും നടന്ന കൂടിക്കാഴ്ചയിലും അതുപോലെ മാർക്കോ റൂബിയോയുമായി നടന്ന ചർച്ചകളിലുമെല്ലാം തന്നെ അദ്ദേഹം എസ് ജയശങ്കറിനോടെല്ലാം തന്നെ അറിയിക്കുന്നത് ഭീകരവിരുദ്ധ നീക്കങ്ങൾക്ക് ഭാരതത്തിന് പിന്തുണ എന്നാണ്. പാകിസ്ഥാൻ്റെ പഹൽഗാം ആക്രമണത്തിൻ്റെ പ്രത്യേക അന്വേഷണം വേണമെന്ന ആവശ്യത്തെ പിന്തുണയ്ക്കുക പോലും ചെയ്ത ചൈന പോലും ഭീകരതയോട് വിട്ടുവീഴ്ചയില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. ഇന്ന് അല്പസമയം മുമ്പാണ് ഇറാനുമായുള്ള ചർച്ചകൾക്ക് ശേഷം, അബ്ബാസ് അറാക്ചിയുമായുള്ള ചർച്ചകൾക്ക് ശേഷം ഐസൻ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനം, വീണ്ടും പുതിയതായി പാകിസ്ഥാൻ്റെ ആക്രമണം തുടരുന്നു. പ്രത്യേകിച്ച് ഇതുവരെ 26 ഇടങ്ങളിലാണ് ഡ്രോൺ ആക്രമണം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നത് റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ശ്രീനഗറിൽ സ്ഫോടന ശബ്ദം ഉണ്ടാകുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ ഉറിയിൽ വീണ്ടും പാക് ഷെല്ലിംഗ് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. എടുത്തു പറയേണ്ടത്, വീണ്ടും പാക് പ്രകോപനം തുടരുന്നു. ജമ്മുവിൽ ബ്ലാക്ക് ഔട്ട്, ലൈറ്റുകൾ പൂർണ്ണമായും അണച്ചിരിക്കുന്നു. പഞ്ചാബിലും ബ്ലാക്ക് ഔട്ട്, അമൃത്സറിൽ ലൈറ്റുകൾ അണച്ചു. നേരത്തെയും അമൃത്സറിൽ വലിയ സ്ഫോടന ശബ്ദം ഉയർന്നു എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അക്നൂറിലും ബ്ലാക്ക് ഔട്ട്, ഫിറോസ്പൂറിലും ബ്ലാക്ക് ഔട്ട്. എന്തായിരുന്നാലും നിലവിൽ ഈ പ്രദേശങ്ങളെയെല്ലാം തന്നെ പാകിസ്ഥാൻ ആക്രമിക്കാൻ വേണ്ടി വീണ്ടും പദ്ധതിയിടുന്നു. പാകിസ്ഥാൻ ആക്രമണം തുടരുന്ന സാഹചര്യം. അങ്ങനെ പാകിസ്ഥാൻ വീണ്ടും ഭാരതത്തെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമം. നമുക്ക് ഇന്നത്തെ ദിവസം മനസ്സിലാക്കാൻ സാധിച്ചത്, പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ ഡ്രോണുകൾ ഭാരതത്തിലേക്ക് എത്തുന്ന സമയത്ത് പോലും അതിനെ അടിച്ചു തകർക്കുക മാത്രമാണ് ഭാരതം ചെയ്തത്. മറ്റൊരു അറ്റാക്കിലേക്ക്, പാകിസ്ഥാനിലേക്ക് അറ്റാക്കിലേക്കോ ഡ്രോൺ വിക്ഷേപിക്കാനോ ഭാരതം മുതിർന്നിട്ടില്ല. ആ ഒരു ഘട്ടം നിലനിൽക്കുമ്പോൾ തന്നെ വീണ്ടും അതിർത്തിയിൽ വലിയ രീതിയിലുള്ള പ്രകോപനം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നതാണ്. തീർച്ചയായും അതിർത്തിയിൽ ഈ ആക്രമണം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇപ്പോൾ വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പല മേഖലകളിലും ഇത്തരത്തിലുള്ള ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ലൈൻ ഓഫ് കൺട്രോളിലെ നോർത്ത് കാശ്മീരിലെ കുപ്വാരയിൽ കൃത്യമായ ആക്രമണം നടന്നു എന്ന വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഇതുപോലെ തന്നെ പല ബ്ലാക്ക് ഔട്ട് റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് ഔട്ട് റിപ്പോർട്ടുകൾ തുടർച്ചയായി പുറത്തു വരുന്നുണ്ട്. നേരത്തെ ഫിറോസ്പൂരിൽ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു വീടിന് നേരെ ഉണ്ടായ ഒരു ഡ്രോൺ ആക്രമണം നടന്ന ഒരു പശ്ചാത്തലത്തിൽ ആ പ്രദേശത്താണ് വീണ്ടും ഇപ്പോൾ ഈ നിരീക്ഷണം ആരംഭിച്ചിരിക്കുന്നത്. ആ നിരീക്ഷണത്തിൻ്റെ ഭാഗമായി ബ്ലാക്ക് ഔട്ട് നടപ്പാക്കിയിരിക്കുന്നത്. അത്തരത്തിൽ ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ വീണ്ടും ഒരു ആക്രമണ സാധ്യത നിലനിൽക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള ഡ്രോണുകൾ, ഈ ഡ്രോണുകളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള ഡ്രോണുകളാണ്. അതായത് ഒരു സംഘം ഡ്രോണുകൾ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഡ്രോൺസ് എന്ന് പറയാവുന്ന ഒരു സംവിധാനമാണ് ഈ ആക്രമണത്തിനായി തൊടുത്തുവിടുന്നത്. അത്തരത്തിൽ ഗ്രൂപ്പ് ഓഫ് ഡ്രോൺ എന്ന് പറയുമ്പോൾ ആദ്യം എത്തുന്ന ഡ്രോണുകൾ ആ പ്രദേശത്ത് നിരീക്ഷിക്കുകയും അതിൽ പല സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിരീക്ഷണം സാധ്യമാക്കുകയും അത് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന പ്രദേശങ്ങളിലേക്ക് ബാക്കി വരുന്ന, അതായത് ഒരു 10 ഡ്രോണുകൾ വരികയാണെങ്കിൽ ആദ്യത്തെ സെറ്റ് ഡ്രോണുകൾ വന്ന് നിരീക്ഷണം നടത്തിയ, അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെയും ഫോട്ടോഗ്രാഫിയെല്ലാം എടുത്തതിന് ശേഷം വീണ്ടും അതിശക്തമായ സ്ഫോടക വസ്തുക്കളുള്ള ഡ്രോണുകൾ എത്തുന്ന ഒരു രീതിയാണ്. അത്തരത്തിലൊരു ഡ്രോൺ ആക്രമണ ശൈലിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ പലതരത്തിൽ, അതായത് നിരവധി എണ്ണത്തിലായി വരുന്ന ഡ്രോണുകളാണ് ഈ ആക്രമണത്തിന് പ്രയോജനപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. തീർച്ചയായും ഇത്തരത്തിൽ
ഇത്തരത്തിലൊരു ആക്രമണം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഈ ഡ്രോണുകൾ ഈ പരിസരത്തേക്ക് ഓരോ പ്രദേശങ്ങളിലേക്കും വരുന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ബ്ലാക്ക് ഔട്ട് സംവിധാനങ്ങൾ വെച്ചിരിക്കുന്നത്. ഈ ബ്ലാക്ക് ഔട്ടുകൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ സർവീലൻസ് സംവിധാനങ്ങൾ വരുന്ന പ്രാഥമികമായ സർവീലൻസിൽ ആ ഏരിയയിൽ വലിയ ആൾനാശമുണ്ടാക്കാനോ മനുഷ്യതാമസമുള്ളതോ ഉള്ള സാഹചര്യമോ ഇല്ല എന്നൊരു സൂചന ലഭ്യമാകുമ്പോഴാണ് ഡ്രോണുകളെ വഴിതിരിച്ചു വിടുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ ബ്ലാക്ക് ഔട്ട് സംവിധാനങ്ങൾ തയ്യാറാക്കി അത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. ഈ സ്വാം ഡ്രോണുകൾ പ്രയോജനപ്പെടുത്തുമ്പോൾ വിവിധങ്ങളായ ഇത്തരത്തിലുള്ള ആളില്ല എയർക്രാഫ്റ്റുകൾ ഒന്നിച്ചെത്തി പല രീതിയിലുള്ള നിരീക്ഷണങ്ങൾ നടത്തി അവസാനം ഓപ്പറേഷനിലേക്ക് കടക്കുന്ന ഒരു സംവിധാനമാണിത്. ഈ സംവിധാനമാണ് ഇപ്പോൾ നടപ്പായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നേരത്തെ വിനീഷ് പറഞ്ഞ ബ്ലാക്ക് ഔട്ട് ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ ഇരുട്ടിലാക്കുന്നതിനും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായുള്ള നീക്കങ്ങൾ നടത്തുന്നത്. അതിനനുബന്ധമായ സൈറണുകൾ മുഴങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത്തരത്തിൽ സൈറണുകൾ ഉണ്ടാകുന്നു, ബ്ലാക്ക് ഔട്ടുകൾ മുഴക്കുന്നു, ബ്ലാക്ക് ഔട്ട് സംവിധാനങ്ങൾ ഇമ്മീഡിയറ്റായി ഉടൻ തന്നെ നടപ്പാക്കുകയും ചെയ്യുന്നു. ആ ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന കൃത്യമായൊരു നീക്കമാണ് ഇപ്പോൾ ഭാരതം പ്രതിരോധത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, വലിയൊരു തിരിച്ചടിക്ക് ഇന്ന് ഭാരതം മുതിരുന്നില്ല എന്നത് ഒരു പ്രാഥമികമായ ഒരു സൂചനയായി നമുക്കിപ്പോൾ കണക്കാക്കാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ കൂടി തീർത്തും അത് പറയുക സാധ്യമല്ല. പ്രത്യേകിച്ച് ശ്രീനഗറിലെ വിമാനത്താവളത്തിന് നേരെയൊക്കെ ആക്രമണം നടന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ, ഡ്രോണുകൾ അവിടെ എത്തിയ ഒരു സാഹചര്യമുണ്ടായ സാഹചര്യത്തിൽ തീർച്ചയായും ആ ഡ്രോണുകൾ തൊടുത്തുവിട്ട ആ സോഴ്സുകളിലേക്ക് അല്ലെങ്കിൽ ആ സപ്ലൈ ലൈനിലേക്ക് ശക്തമായ ഒരു ആക്രമണം ബേസ് ക്യാമ്പുകളിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു ആക്രമണം ആരംഭിച്ചിട്ടില്ല എന്നൊരു വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും ശക്തമായ ഒരു ആക്രമണം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ പ്രതിരോധത്തിന് ഉണ്ടായില്ല എന്ന് ഉണ്ടായേക്കാം എന്ന ഒരു സൂചന നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് ഇതുവരെ നടപ്പായിട്ടില്ല. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ശക്തമായൊരു ആക്രമണത്തിനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ ഈ ഡ്രോണുകൾ എത്തുമ്പോൾ ആ ഡ്രോണുകളെ പൂർണ്ണമായും നിർവീര്യമാക്കുന്നതിനും തകർക്കുന്നതിനും ഭാരതത്തിന് സാധിക്കുന്നിടത്തോളം അതിൻ്റെ സോഴ്സുകളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ബേസ് ക്യാമ്പുകളിലേക്കോ സപ്ലൈ ചെയിനുകളിലേക്കോ സപ്ലൈ ലൈനുകളിലേക്കോ എത്തി ആക്രമണം നടത്തേണ്ട യുദ്ധതന്ത്രത്തിലേക്ക് തിരിയേണ്ടതില്ല. ഭാരതം സുരക്ഷിതമായി, ഭാരതത്തിലെ ജനങ്ങളും സുരക്ഷിതരായി ഇരിക്കുമ്പോൾ എന്ന ഒരു സാഹചര്യത്തിൽ അത്തരം ഒരു ആക്രമണം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ അത്തരം ഒരു ആക്രമണം ഉണ്ടാകില്ല എന്ന് പറയാനുമാകില്ല. പ്രത്യേകിച്ച് തന്ത്രപ്രധാനമായ ശ്രീനഗർ വിമാനത്താവളം ഉൾപ്പെടെ ആക്രമിക്കുന്ന അവിടേക്ക് ഡ്രോണുകൾ വരികയും അതിൻ്റെ പരിസരത്ത് പൊട്ടിത്തെറികൾ കേൾക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഒരു തരത്തിലും ഭാരതം അടങ്ങിയിരിക്കും അല്ലെങ്കിൽ പത്തി താഴ്ത്തിയിരിക്കും എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കുക വയ്യ. ശക്തമായ തിരിച്ചടി ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അത് ഇന്നുണ്ടാകുമോ ഇല്ലയോ എന്ന ഒരു കൃത്യത വരാൻ നിലവിൽ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു എന്ന സംബന്ധിച്ചുള്ള ചില അനൗദ്യോഗികമായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. സേന അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ തിരിച്ചടിച്ചു ഭാരതം തുടങ്ങിയിരിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ഗുജറാത്തിലെ ഹരാമി നളയിൽ പാക് ഡ്രോൺ എത്തി എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇവിടെയുള്ള ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗുജറാത്തിലെ ഹരാമി നളയിൽ പാക് ഡ്രോൺ എത്തി ഇവിടെയുള്ള ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ഭുജ്, കച്ച് എന്നിവിടങ്ങളിൽ ബ്ലാക്ക് ഔട്ട് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. എന്തായിരുന്നാലും ഗുജറാത്ത് ഉൾപ്പെടെയുള്ള 4 സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം നേരത്തെ തന്നെ ഡ്രോൺ ആക്രമണം പാകിസ്ഥാൻ നടത്തുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ചില മേഖലകൾ, ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പോൾ ഈ ഡ്രോണുകൾ എത്തിയത് എന്ന് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഗുജറാത്തിലെ ഹരാമി നളയിൽ പാക് ഡ്രോൺ എത്തി എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ പഞ്ചാബിലെ 5 ഇടങ്ങളിൽ ബ്ലാക്ക് ഔട്ട്, അനന്ത്പൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, അമൃത്സർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്നു. സാഹിബിലും ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്നു. ഫിറോസ്പൂരിലും ലൈറ്റുകൾ അണച്ചിരിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പാക് പ്രകോപനം തുടരുന്നു. പാകിസ്ഥാനെ തിരിച്ചടിച്ച് സൈന്യം എന്നത് സംബന്ധിച്ചുള്ള അനൗദ്യോഗികമായ റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഏറ്റവും അവസാനം പാക് ഡ്രോൺ എത്തിയിരിക്കുന്നത് ഗുജറാത്തിലെ ഹരാമി നളയിൽ പാക് ഡ്രോൺ എത്തി എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായിരുന്നാലും പാകിസ്ഥാൻ വലിയ രീതിയിൽ ഭാരതത്തെ കയറി അങ്ങ് ചൊറിയുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം പാകിസ്ഥാനെ ആദ്യം പ്രതിരോധിക്കുന്ന ഘട്ടത്തിൽ തന്നെയായിരുന്നു ഭാരതത്തിൻ്റെ സൈന്യം. പ്രത്യേകിച്ച് എല്ലാ ഡ്രോണുകളെയും തകർക്കുന്ന ഭാരത സൈന്യത്തെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ഭാരത സൈന്യം
പാകിസ്ഥാനെ തിരിച്ചടിക്കാനുള്ള ശ്രമം നടത്തി തുടങ്ങുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇത് അനൗദ്യോഗികമായ റിപ്പോർട്ടുകളാണ്. എന്തായിരുന്നാലും എത്രയും വേഗം ഈ വിഷയം പരിഹരിക്കണമെന്ന ആവശ്യവുമായി ട്രംപിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്.